നമസ്കാരം. 18 സിദ്ധന്മാരെ പറ്റിയുള്ള ജീവചരിത്രത്തിൽ ഇന്ന് പുലിപ്പാണി സിദ്ധരെ കുറിച്ചാണ്. ഭോഗർ മഹർഷിയുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു പുലിപ്പാണി സിദ്ധർ. ഭോഗർ മഹർഷി പഴനിയിലെ നവപാഷാണ വിഗ്രഹം നിർമ്മിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട മൂലികകൾ ശേഖരിക്കുന്നതിലും തന്റെ ഗുരുവായ ഭോഗർക്ക് വേണ്ട കടമകൾ ചെയ്യുന്നതിലും പുലിപ്പാണി ഉത്തമനായ ശിഷ്യനായിരുന്നു. ഇതേപ്പറ്റി ഭോഗരുടെ വീഡിയോയിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പുലിപ്പാണി സിദ്ധരെ പറ്റിയുള്ള വായ്മൊഴി കഥകളും അതുപോലെ തന്നെ സ്ഥല പുരാണങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പുലിപ്പാണി സിദ്ധർ തന്റെ ഗുരുവിനായുള്ള കടമകൾ ചെയ്യുന്നതിനിടയിൽ നല്ല തണുത്ത ജലം കൊണ്ട് മന്ത്രോച്ചാടനം നടത്തി ഒരു പുലിയുടെ മേൽ തളിച്ച് അതിനെ തന്റെ വാഹനമാക്കി. വശ്യം എന്ന പ്രത്യേക സിദ്ധി ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ഇപ്രകാരം ചെയ്തിരുന്നത്. പുലിപ്പുറത്തേറി കാടും മലകളും എല്ലാം സഞ്ചരിക്കുമായിരുന്നു പുലിപ്പാണി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന് പുലിപ്പാണി എന്ന പേര് വന്നതായി പറയപ്പെടുന്നു. ഭോഗരുടെ നിർവികൽപ സമാധിക്കുള്ള ഏർപ്പാടുകൾ നടക്കുമ്പോൾ ഗർഭഗൃഹത്തിന്റെ അടിയിലായി ഒരു ഗുഹ പോലെയുള്ള നിർമ്മിതി ഉണ്ടാക്കി പുലിപ്പാണി സിദ്ധർ. തന്റെ ഗുരുവിന്റെ ആജ്ഞപ്രകാരം സമാധിക്ക് ശേഷം ആ ഗുഹ ഒരു വലിയ പാറ കൊണ്ട് അദ്ദേഹം മൂടുകയും ചെയ്തു. ഗുരുവിന്റെ സമാധിക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ദർശന ഭാഗ്യം നേടിയിരുന്നു പുലിപ്പാണി സിദ്ധർ. ഭോഗരുടെ സൃഷ്ടിയായ ടാവോയിസം എന്ന ടാവോ മതത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളായ ടാവോസിംഗ്, ടെസിംഗ് എന്നിവയുടെ രചനയിൽ പുലിപ്പാണി സിദ്ധർക്ക് വളരെ നല്ല പങ്കുണ്ട്. ഇദ്ദേഹം ജ്യോതിഷം, വാനശാസ്ത്രം, ഗണിതം, സിദ്ധവൈദ്യം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു. ചൈനയിലെ പാരമ്പര്യ കളിമൺ ഉൽപ്പന്നങ്ങൾ, ചൈനീസ് വൈദ്യം എന്നിവ പുലിപ്പാണിയിലൂടെയാണ് ഭാരതത്തിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ പുലിപ്പാണി ജാലം 325, പുലിപ്പാണി വൈദ്യം 500 എന്നിവ ഇന്നും നമ്മുടെ സിദ്ധവൈദ്യ പാരമ്പര്യത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. ഭോഗർ മഹർഷിയുടെ സമാധിക്ക് ശേഷം പുലിപ്പാണി സിദ്ധർക്കായിരുന്നു പഴനി ക്ഷേത്രത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുടെ ചുമതല. പുലിപ്പാണി സിദ്ധരുടെ കാലശേഷം ക്ഷേത്രാധികാരം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഏറ്റെടുത്തുവെങ്കിലും തിരുമല നായ്ക്കരുടെ ഭരണകാലത്ത് പിൻഗാമികളിൽ നിന്നും ബലമായി ക്ഷേത്ര ചുമതല പിടിച്ചെടുക്കപ്പെട്ട് ബ്രാഹ്മണർക്ക് നൽകി. പുലിപ്പാണി സിദ്ധരുടെ സമാധി സ്ഥലം പഴനിമലയുടെ വടക്ക് കിഴക്ക് ദിശയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ഇപ്പോഴും അത് സംരക്ഷിച്ചു കൊണ്ടുവരുന്നു. പഴനിമലയിൽ അരൂപിയായി ഇപ്പോഴും പുലിപ്പാണി സിദ്ധർ ഉണ്ട് എന്നാണ് ഐതിഹ്യം. ഞാൻ മുരുകന്റെ ഒരു വിഗ്രഹം നിർമ്മിക്കുവാൻ പോകുന്നു. പക്ഷേ അത് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലെയും ലോഹ വിഗ്രഹങ്ങൾ പോലെയുള്ള ഒരു പ്രതിഷ്ഠ അല്ല. പല വിധത്തിലുള്ള ഔഷധ കൂട്ടുകളാൽ നിർമ്മിക്കപ്പെടേണ്ട ആ വിഗ്രഹം ദർശന മാത്രയിൽ തന്നെ ശരീരത്തിലെ രോഗങ്ങളും മനപീഡകളും നീക്കുന്നതായിരിക്കണം. അതിനായി അമൂല്യമായ ഔഷധ ചെടികൾ നീ ശേഖരിച്ചു കൊണ്ടുവരിക എന്ന് ഭോഗർ മഹർഷി പുലിപ്പാണിക്ക് കൽപ്പന നൽകി. ഗുരുവിന്റെ കൽപ്പന സ്വീകരിച്ച പുലിപ്പാണി വശ്യം എന്ന തന്റെ സിദ്ധിയാൽ പുലിയെ വശ്യപ്പെടുത്തി ആകർഷിച്ച് തന്റെ നിയന്ത്രണത്തിലാക്കി അതിന്റെ പുറത്തേറി കാടും മലകളും താണ്ടി യാത്ര തുടർന്നു. അങ്ങനെ മുരുക വിഗ്രഹത്തിന്റെ നിർമ്മാണത്തിനായി ഔഷധങ്ങൾ ശേഖരിക്കുവാൻ പോയ പുലിപ്പാണിക്ക് ചില മരുന്നുകളുടെ വീര്യത്തെപ്പറ്റി ചില സംശയങ്ങൾ ഉണ്ടായി. ഇതേപ്പറ്റി തന്റെ ഗുരുവായ ഭോഗർ മഹർഷിയോട് തന്നെ അദ്ദേഹം സംശയങ്ങൾ ചോദിച്ചു. തന്റെ ശിഷ്യന്റെ അറിവിനെ പ്രശംസിച്ച ഭോഗർ മഹർഷി ഇപ്രകാരം പറഞ്ഞു: നീ ശേഖരിച്ചു കൊണ്ടുവരുന്ന ഈ ഔഷധങ്ങൾ അതേപോലെ തന്നെ പ്രയോഗിച്ചാൽ ഭവപാഷാണം എന്ന ഒരു വീര്യമേറിയ ഔഷധം ലഭിക്കും. ഇത് സേവിച്ചാൽ മരണം ഉടനടി സുനിശ്ചിതം തന്നെ. എന്നാൽ ഇത് ഉപയോഗിച്ച് ചില പ്രത്യേക അനുപാതത്തിൽ കൂട്ട് തയ്യാറാക്കി വിഗ്രഹം നിർമ്മിച്ച്
അതിൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ദ്രവ്യങ്ങളാൽ ലഭിക്കുന്ന അഭിഷേക ജലം സേവിച്ചാൽ സകല പീഡകളും അകന്നുപോകും. ഭോഗർ മഹർഷിയുടെ വാക്കുകളിൽ സംപ്രീതനായ പുലിപ്പാണി അദ്ദേഹം ആവശ്യപ്പെട്ട എല്ലാവിധ ഔഷധങ്ങളും ഗുരുസമക്ഷം എത്തിച്ചു. ഭോഗർ മഹർഷിയുടെ ആകാശയാത്ര നേരിൽ കണ്ട പുലിപ്പാണി അങ്ങനെയാണ് അദ്ദേഹത്തിൽ ആകൃഷ്ടനായി ശിഷ്യത്വം സ്വീകരിച്ചതെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ തന്റെ ഗുരുവിന്റെ ദാഹം തീർക്കുവാനായി പുലിപ്പുറത്തേറി ദാഹജലം എത്തിച്ചു പുലിപ്പാണി. തമിഴിൽ പാണി എന്ന് ജലത്തിന് അർത്ഥമുണ്ട്. അങ്ങനെ പുലിപ്പുറത്തേറി പാണി എന്ന ജലം കൊണ്ടുവന്നതിനാൽ പുലിപ്പാണി എന്ന പേര് സിദ്ധിച്ചതായി ചില വായ്മൊഴി കഥകൾ പറയുന്നുണ്ട്. ഭോഗർ മഹർഷി തന്റെ പാടലിൽ പുലിപ്പാണി സിദ്ധർ പുലിവാഹനത്തിലേറി ജലം കൊണ്ടുവന്നതായി പാടിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ആൾത്തവേ കാലാങ്കി കടാക്ഷത്താലെ അപ്പനെ വേങ്കേതനിൽ ഏറിക്കൊണ്ട് താഴ്ന്നിടവേ ജലം ദ്രവ്യ പുണിതവാനും സാങ്കമുടൻ താരണിയിൽ സുറ്റി വന്തോൻ. ഒരിക്കൽ ചൈനയിൽ വെച്ച് ചില പ്രത്യേക ഭക്ഷണക്രമത്താൽ ഉണ്ടായ രോഗം നിമിത്തം ഭോഗർ മഹർഷിയുടെ ചില സിദ്ധികൾ നഷ്ടമാവുകയും ഓർമ്മക്കുറവ് ഉണ്ടാവുകയും ചെയ്തു. ഇതറിഞ്ഞ പുലിപ്പാണി തന്റെ ഗുരുവിന്റെ രക്ഷയ്ക്കായെത്തി. ഗുരുവിൽ നിന്നും നേടിയ സിദ്ധികൾ തന്റെ ഗുരുവിന് തന്നെ ഉപദേശിച്ചു പുലിപ്പാണി. അത് തന്റെ ഗുരുവിന്റെ ദണ്ഡ് മുന്നിൽ വെച്ച് അതിലാണ് അദ്ദേഹം ഉപദേശം നൽകിയത്. എന്തിനാണ് ഗുരുവിന് നേരിട്ട് ഉപദേശം നൽകാതെ ദണ്ഡിൽ ഉപദേശം നൽകിയത് എന്ന് സംശയം ഉയർന്നേക്കാം. കാരണം ശിഷ്യൻ ഗുരുവിനെ ഉപദേശിക്കുമ്പോൾ വരുന്ന ഗുരുശാപം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇതേപ്പറ്റി ഭോഗരുടെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. രോഗഗ്രസ്തർ പുലിപ്പാണി സിദ്ധരെ മനോജപം ചെയ്താൽ തന്നെ രോഗമുക്തി ഉണ്ടാകും എന്ന് പറയുന്നു. പുലിപ്പാണി സിദ്ധർ തന്റെ ഗുരുവായ ഭോഗർ മഹർഷിയെ പോലെ തന്നെ പഴനിമലയിലാണ് സമാധിയായത്. ഭോഗർ മഹർഷി ഒരിക്കൽ ആകാശയാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പഴനിമല കണ്ട് ഇതാണ് തനിക്ക് പൂജയ്ക്ക് ഉത്തമമായ സ്ഥലം എന്ന് മനസ്സിലാക്കി തറയിലിറങ്ങി. അദ്ദേഹം അപ്പോൾ അവിടെ കണ്ട കാഴ്ച ഇതായിരുന്നു: വെള്ള നിറത്തിലുള്ള കുന്ന്, ചുവപ്പ് നിറത്തിലുള്ള കുന്ന് എന്നിവയായിരുന്നു. അദ്ദേഹം തന്റെ ജ്ഞാനദൃഷ്ടിയാൽ വെളുത്ത നിറത്തിലുള്ള കുന്ന് ശിവഗിരി എന്നും ചുവന്ന നിറത്തിലുള്ള കുന്ന് ശക്തിഗിരി എന്നും മനസ്സിലാക്കി. അദ്ദേഹം പഴനിമലയിൽ എത്തിയ കാലം ദ്വാപരയുഗ അവസാനവും കലിയുഗ ആരംഭകാലവുമായിരുന്നു. അവിടെ തന്നെ തന്റെ കമണ്ഡലവും ദണ്ഡും ഒരു കുന്നിൽ പ്രതിഷ്ഠിച്ച് അവിടെ തന്നെ തുടർന്ന് ശിവപൂജ ചെയ്ത് നിത്യാനുഷ്ഠാനങ്ങൾ തുടർന്നു പോന്നു. അതിനുശേഷം ഭഗവാന്റെ ആജ്ഞപ്രകാരം നവപാഷാണ മുരുക വിഗ്രഹം നിർമ്മിച്ച് ചരിത്രവും സൃഷ്ടിച്ചു. ശിവലിംഗ ദേവ ഉടയാർ എന്ന കർണാടക നാട്ടുകാരൻ ഭോഗർ മഹർഷിയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ശിവലിംഗ ദേവ ഉടയാർക്ക് ഭോഗർ മഹർഷി പൂജാവിധികൾ ഉപദേശിച്ചു. വളരെ വേഗം തന്നെ ഉടയാർ പൂജാവിധികൾ പഠിച്ചെടുത്തു. നിർവികൽപ സമാധിക്ക് ശേഷവും ഭോഗർ മഹർഷി ഉടയാർക്ക് ദർശനം നൽകിയിരുന്നു. നൈനാദി മുതലിയാർ എന്ന ഒരാൾ കുറെ നാളുകൾക്ക് ശേഷം ശിവലിംഗ ദേവ ഉടയാരുടെ ശിഷ്യത്വം സ്വീകരിച്ചു. നൈനാദി മുതലിയാരുടെ ഗുരുഭക്തിയിൽ സംപ്രീതനായ ശിവലിംഗ ദേവ ഉടയാർ തന്റെ ഗുരുവായ ഭോഗർ മഹർഷിയുടെ സമാധിക്ക് മുന്നിൽ അദ്ദേഹത്തെ എത്തിച്ചു. സ്വാമി, അടിയനും സമാധിക്ക് കാലമായി വരുന്നു എന്നാണ് തോന്നുന്നത്. ഇദ്ദേഹം വളരെ വേഗം തന്നെ പൂജാവിധികൾ സ്വായത്തമാക്കിയിരിക്കുന്നു. അതിനാൽ ഇനി മുതൽ മുതലിയാരെ നമ്മുടെ പൂജാവിധികളുടെ ചുമതല ഏൽപ്പിക്കാം എന്ന് കരുതുന്നു. ഭോഗർ മഹർഷി ഉടൻ തന്നെ അരുളി ചെയ്തു. അതിന് മുതലിയാർ ലോകം ചുറ്റി വരട്ടെ, അതിനുശേഷം ആലോചിക്കാം. ഇത് കേട്ട ശിവലിംഗ ദേവ ഉടയാർ ഞെട്ടി. എന്നാൽ നൈനാദി മുതലിയാർ ഇപ്രകാരം പറഞ്ഞു: സ്വാമി, ലോകം ചുറ്റി വരാൻ അടിയന് സമ്മതം തന്നെ. എന്നാൽ കാൽനടയായി യാത്ര അസംഭവ്യം. അതിനാൽ ഞാൻ എന്റെ സിദ്ധി ഉപയോഗിച്ച് പുലിവാഹനത്തിലേറി ലോകം മുഴുവൻ കണ്ടുവരാം. ഭോഗർ സമ്മതം മൂളി. മുതലിയാർ വനത്തിലെത്തി ഒരു പുലിയെ വശീകരിച്ച് തന്റെ നിയന്ത്രണത്തിലാക്കി
അതിന്റെ പുറത്തേറി യാത്ര തുടർന്നു. കാലം കടന്നുപോയി. മുതലിയാരുടെ വരവിനായി ശിവലിംഗദേവ ഉടയാർ കാത്തിരുന്നു. ഒരിക്കൽ ദീപാരാധന സമയത്ത് പുലിപ്പുറത്തേറി മുതലിയാർ തിരികെ എത്തിയ മുതലിയാരെ കണ്ട് സന്തോഷവാനായ ശിവലിംഗദേവ ഉടയാർ അദ്ദേഹത്തെ ഭോഗരുടെ സമാധിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശരി, ഇനി മുതൽ നീ ഉടയാർക്ക് പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു കൊള്ളുക. ഇനി മുതൽ നീ പുലിപ്പാണി എന്ന് അറിയപ്പെടുമെന്ന് ഭോഗർ മഹർഷി അനുഗ്രഹവും നൽകി. പുലിപ്പാണിയുടെ പെരുമ ലോകം മുഴുവൻ അറിയുവാനായി ഭോഗർ മഹർഷി ഷൺമുഖ നദിയിൽ നിന്നും അഭിഷേകത്തിനായുള്ള ജലം ശേഖരിച്ച് കൊണ്ടുവരുവാൻ പുലിപ്പാണിയോട് ആവശ്യപ്പെട്ടു. ഗുരുവിന്റെ ആജ്ഞ ശിരസാവഹിച്ച പുലിപ്പാണി ഷൺമുഖ നദിക്കരയിലെത്തി. എന്നാൽ ജലം ശേഖരിക്കുവാനുള്ള പാത്രം കൊണ്ടുവന്നില്ല. തന്റെ മന്ത്രസിദ്ധിയാൽ നദിയിലുള്ള ജലം കൊണ്ട് തന്നെ ഒരു പാത്രം നിർമ്മിച്ച് അതിൽ തന്നെ ജലം ശേഖരിച്ച് അഭിഷേകത്തിനായുള്ള ജലം എത്തിച്ചു പുലിപ്പാണി. അതിനുശേഷം അദ്ദേഹം പുലിപ്പാണി പാത്രസ്വാമികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതിൽ സംപ്രീതനായ ഭോഗർ തന്റെ ശിഷ്യനായ ശിവലിംഗദേവ ഉടയാർക്ക് സമാധിക്കായുള്ള അനുവാദം നൽകി. ശിവലിംഗദേവ ഉടയാരുടെ സമാധിക്ക് ശേഷം പുലിപ്പാണി സിദ്ധർ ഏകദേശം 205 വർഷങ്ങളോളം പഴനിമലയിൽ പൂജാവിധികൾ തുടർന്നു പോന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടേണ്ട ചുമതല ആയതിനാൽ മാത്രം താല്പര്യം ഇല്ലാഞ്ഞിട്ടുകൂടി അദ്ദേഹം വിവാഹിതനാകേണ്ടി വന്നു. ഒരു പുത്രനും ജനിച്ചു. കാരണ പുലിപ്പാണി എന്ന് പുത്രന് നാമവും നൽകി. മകന് 16 വയസ്സായപ്പോൾ പൂജാവിധികൾ അവനിൽ കൈമാറി. ഏകദേശം 1000 വർഷങ്ങളോളം കാരണ പുലിപ്പാണി പഴനിമലയിൽ പൂജാവിധികൾ അനുഷ്ഠിച്ചു പോന്നു. പല തലമുറകൾ കൈമാറി ശ്രീ ശിവാനന്ദ പുലിപ്പാണിയിലേക്ക് ചുമതലയെത്തി. അദ്ദേഹമാണ് ഇപ്പോൾ ആശ്രമത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. പുലിപ്പാണി സിദ്ധരുടെ ധ്യാന ശ്ലോകം. മഹാസിദ്ധരുക്കെ മരുത്വം சொன்ன മരവുരി സിദ്ധരെ, പുലിവാഹനം കൊണ്ട മന്ത്രസിദ്ധരെ, മയിൽ വാഹനനെ വണങ്ങിയവരെ, എം കലിപ്പാവം തീർക്ക ഉങ്കൾ പുലിപ്പാദം പற்றிനോം. പുലിപ്പാണി സിദ്ധരുടെ കൃതികൾ: പുലിപ്പാണി വൈദ്യം 500, പുലിപ്പാണി ജ്യോതിடம் 300, പുലിപ്പാണി ജാലം 325, പുലിപ്പാണി വൈദ്യസൂത്രം 200, പുലിപ്പാണി പൂജാവിധി 50, പുലിപ്പാണി ഷൺമുഖ പൂജ 30, പുലിപ്പാണി ചിമിഴ്വിത്തൈ 25, പുലിപ്പാണി സൂത്രജ്ഞാനം 12, പുലിപ്പാണി സൂത്രം 9. ഓം നമഃ ശിവായ. തിരുച്ചിറ്റമ്പലം.